ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. ഹൈറേഞ്ചിലെ കുത്തകപ്പാട്ട ഭൂമിയിൽ നിന്നും കർഷകരെ കുടിയിറക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി കർഷക കോൺഗ്രസ്. ഏലം കുത്തകപ്പാട്ട ഭൂമിയിൽ നിന്നും കുടിയിറക്ക് നോട്ടീസ് നൽകിയ റവന്യൂ അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. പാട്ടവ്യവസ്ഥകൾ ലംഘിച്ച് വീടും കടമുറിയും നിർമ്മിച്ചെന്ന് കാട്ടി കഴിഞ്ഞ ദിവസം പാമ്പാടുംപാറ സ്വദേശിയായ കർഷകന് ഉടുമ്പൻചോല ഭൂരേഖ തഹസിൽദാർ കുടിയിറക്ക് നോട്ടീസ് നൽകിയിരുന്നു. കുത്തകപ്പാട്ട ഭൂമിയിൽ ടൗണിനോട് ചേർന്ന് കടമുറികളും വീടുകളും നിർമ്മിച്ചിട്ടുള്ള നൂറുകണക്കിന് കർഷകരെ ആശങ്കയിലാഴ്ത്തിയാണ് കഴിഞ്ഞ ദിവസം റവന്യൂ അധികൃതർ കുടിയിറക്കൽ നോട്ടീസ് നൽകിയത്. ഉടുമ്പൻചോലയിലെ ഭൂരിഭാഗം കർഷകരും ഏലം കുത്തകപ്പാട്ട ഭൂമിയിലാണ് കൃഷി ചെയ്യുന്നത്. പാട്ടകാലാവധി അവസാനിക്കുമ്പോൾ അത് കാണ്ടമം സെറ്റിൽമെന്റ് ഓഫീസിൽ നിന്നും പുതുക്കി നൽകുകയാണ് പതിവ്. എന്നാൽ കടമുറിയും വീടും നിർമ്മിച്ചു എന്ന കാരണത്താൽ ആളുകളെ കുടിയൊഴിപ്പിക്കാൻ ശ്രമിച്ചാൽ ശക്തമായി പ്രതിരോധിക്കുമെന്ന് കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി കുന്നുവിള പറഞ്ഞു. ഏലക്കാട് കുത്തകപ്പാട്ട സർക്കാർ കൈവശപ്പെടുന്ന ഒരു സമീപനമാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഇപ്പോൾ പാമ്പാടുംപാറയിൽ കഴിഞ്ഞ ദിവസം ഒരു കർഷകന് ഏതാണ്ട് 40 വർഷത്തിലധികമായി അദ്ദേഹത്തിന്റെ കൈവശത്തിലിരിക്കുന്ന ഭൂമി സർക്കാർ കൈവശപ്പെടുത്തുന്ന ഒരു സമീപനവുമായിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കടന്നു വന്നിരിക്കുക. അദ്ദേഹം 2021 കുത്തകപ്പാട്ട അദ്ദേഹത്തിന്റെ പേര് കിട്ടുന്നതിന് മുമ്പായിട്ട് ആ വസ്തുവിൽ കെട്ടിടം പണിതിരുന്നു. ആ കെട്ടിടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് അതിന് പെർമിറ്റ് കൊടുത്ത് കെട്ടിടത്തിന് നമ്പറിട്ട് വൈദ്യുതീകരിച്ച് അദ്ദേഹം കൈവശം വെച്ചിരിക്കുന്ന സ്ഥലം. ഇത്തരം കെട്ടിടങ്ങൾ ഒന്നിലധികം നിലകളിലുള്ള ബഹുനില കെട്ടിടങ്ങളുള്ള വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കെട്ടിടങ്ങളുടെ പാമ്പാടുംപാറ മേഖലയിൽ 100 കണക്കിനുണ്ട്. അത്തരം സ്ഥലങ്ങളിലൊക്കെ കുത്തകപ്പാട്ടം പുതുക്കുന്ന ഓരോ 20 വർഷം കഴിയുമ്പോഴും കുമളിയിലുള്ള 66 സെറ്റിൽമെന്റ് ഓഫീസ് വഴിയാണ്. ഈ സെറ്റിൽമെന്റ് ഓഫീസിലൂടെ ഓരോ തവണ പേര് മാറാൻ ചെല്ലുമ്പോൾ അവർ പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ കൊടുത്താണ് പേര് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം അവിടെ പുതുക്കാനായിട്ട് കഴിഞ്ഞ ദിവസം 2021 അവിടെ ചെല്ലുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. അവിടെ കെട്ടിടങ്ങളുണ്ട് എന്ന കാരണത്താൽ അത് അദ്ദേഹം കൊടുക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇവരുമായി തർക്കം ഉണ്ടാകും. അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുത്തകപ്പാട്ടം റദ്ദാക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് മറ്റൊരു നോട്ടീസ് വന്നിരിക്കുന്നു. അദ്ദേഹം ആ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന്. കർഷക കോൺഗ്രസ് ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് പറയുന്നു. ഒരു കർഷകനെ പോലും അവന്റെ കൃഷിഭൂമിയിൽ നിന്നും കുത്തകപ്പാട്ട സ്ഥലമായിരിക്കും അവന്റെ കൈവശായിരിക്കുന്ന ഭൂമിയിൽ നിന്ന് ഇറക്കിവിടുന്ന ഒരു സമീപനം കർഷക കോൺഗ്രസ് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. അതിന് എത്ര വില കൊടുത്തും അതിനെ ചെറുത്ത് നിൽക്കുന്ന സമീപനം ഉണ്ടാകും. ഹൈറേഞ്ചിലെ ടൗണുകളോട് ചേർന്ന് ഏലം കുത്തകപ്പാട്ട ഭൂമിയിൽ വീടും മറ്റ് ജീവനോപാധികളും നിർമ്മിച്ച് ഉപജീവനം നടത്തുന്ന 100 കണക്കിന് കർഷകരാണ് ഉള്ളത്. ഇത്തരത്തിൽ റവന്യൂ അധികൃതർ നടപടി സ്വീകരിക്കുവാൻ തുടങ്ങിയാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് കർഷകർ പറയുന്നത്. സാധാരണ കർഷകർക്ക് ചിലപ്പോൾ നിയമങ്ങൾ അറിഞ്ഞിരുന്നില്ല, കുത്തകപ്പാട്ടത്തിന്റെ നിയമം അറിയണമെന്നില്ല. സാധാരണ കർഷകൻ അറിയാത്ത സാഹചര്യത്തിൽ എങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയായിട്ട് ഇതിന് നമ്പറിട്ട് പെർമിറ്റ് കൊടുത്തു. ഇവിടെ ഞങ്ങൾ ഒരു കാര്യം പറയുന്നു. കുമളി 66 റവന്യൂ ഉദ്യോഗസ്ഥന്മാര് സ്ഥലം മാറിപ്പോയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ റിട്ടയർമെന്റ് ആയിട്ടുള്ള ആളുകളും ഇന്ന് അവിടെ സേവനമനുഷ്ഠിക്കുന്നതായിട്ടുള്ള സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ അവരുണ്ടാക്കുന്ന ആസ്തി എത്രമാത്രമാണ്, അവരുടെയൊക്കെ കോടികളുടെ ആസ്തികൾ. ഇതൊരു വിജിലൻസ് എൻക്വയറി തന്നെ നടത്തണം. ഇത് കർഷക കോൺഗ്രസ് ഈ കാര്യത്തിൽ ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകാം. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി. കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ്. കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം.